എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി? നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലായിരിക്കാം, അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റ് ആയിരിക്കാം. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി വളരെയധികം സാഡാണെന്നാണ് കാണുന്നത്. നിങ്ങളുടെ പ്രസൻസ് അവർ വളരെയധികം മിസ്സ് ചെയ്യുന്നു. കാരണം നിങ്ങളെന്നുള്ള ഒരു വ്യക്തി കൂടെ ഇല്ലാത്തത് അവരെ വളരെയധികം അസ്വസ്ഥരാക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ഒരു സെൽഫ് ലവിലേക്ക് മാറിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ അതിലൊരു ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടാവില്ല. അപ്പം ഏതായാലും ആ ഒരു വ്യക്തി നിങ്ങളെ വളരെയധികം മിസ്സ് ചെയ്യുന്നുണ്ട്. നിങ്ങളെന്നുള്ള ഒരു വ്യക്തി കൂടെ ഇല്ലാത്തത് ആ ഒരു വ്യക്തിക്ക് വളരെയധികം സങ്കടമുണ്ടാക്കുന്നു. ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് ഒരു പുതിയ തുടക്കമാണ് ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ എന്തായാലും ഇവരുടെ എനർജി അനുസരിച്ച് നോക്കുമ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഒരു സ്നേഹം തികയാത്ത ഒരു അവസ്ഥ കാണുന്നു. അതായത് ആ ഒരു വ്യക്തി വിചാരിക്കുന്നത് പോലുള്ള ഒരു സ്നേഹം കിട്ടുന്നില്ല എന്നുള്ളൊരു ഫീലും ഉണ്ട് ഇവിടെ. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി അനുസരിച്ച് നിങ്ങളോടുള്ള ഫീലിങ്സ് നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ കരുതുന്നത് നിങ്ങളാണോ അവരുടെ ലൈഫിൻ്റെ പ്രകാശം. ആ ഒരു പ്രകാശത്തെ നഷ്ടപ്പെടുത്താൻ അവർ ഈ ഒരു സമയം ഒരുക്കമല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രകാശം അവരുടെ ലൈഫിൽ എന്നും വേണം എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങളുടെ പേഴ്സൺ. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടൊരു റീയൂണിയനാണ് ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു പ്രപ്പോസലുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ളതാണ് നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയം ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അബ്രോഡ് ആയിരിക്കാം. അപ്പം എന്തായാലും ഈ ഒരു പേഴ്സൺ നിങ്ങൾക്കൊരു പ്രപ്പോസലായിട്ട് വരാനായിട്ട് പ്ലാൻ ചെയ്യുകയാണ് ഈ ഒരു സമയം. എന്താണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ്? ഈ ഒരു സമയം നിങ്ങളുമായിട്ടുള്ള പാസ്റ്റ് മെമ്മറീസാണ് ഈ ഒരു സമയം ഓർത്തെടുക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് ഈ ഒരു പേഴ്സൺ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓർമ്മകളായിരിക്കാം ഈ ഒരു വ്യക്തിയുടെ ചുറ്റുമുള്ളത്. എന്തായാലും ഈ ഒരു വ്യക്തി നിങ്ങളെ വളരെയധികം മിസ്സ് ചെയ്യുന്നു. നിങ്ങളുമായിട്ടുള്ള പാസ്റ്റ് മെമ്മറീസാണ് ഓർത്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ലൈഫിൽ ഒരു ഡിസിഷൻ എടുത്തതായിട്ടാണ് കാണുന്നത്. വളരെ പ്രാക്ടിക്കലായിട്ടാണ് ഇപ്പോൾ ആ ഒരു വ്യക്തി മുന്നോട്ട് നീങ്ങുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ജസ്റ്റിസ് അർഹിക്കുന്നതാണ്, അല്ല നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണം എന്നുള്ളതാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ആ ഒരു വ്യക്തിക്ക് ഒരു ആക്ഷൻ എടുക്കാനായിട്ട് കഴിയുന്നില്ല. എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് ആ ഒരു വ്യക്തി സ്റ്റക്കാണ്. നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷനൊന്നും ഈ ഒരു സമയം കാണില്ലായിരിക്കാം നിങ്ങളുടെ വ്യക്തിക്ക്. അവരുടെ ചുറ്റും എന്തൊക്കെയോ ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ ആ ഒരു വ്യക്തി ഒരു സ്ട്രോങ് സ്റ്റാൻഡ് എടുത്തതായിട്ടാണ് കാണുന്നത്. ആ ഒരു സ്ട്രോങ് സ്റ്റാൻഡ് എടുത്തതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള ജീവിതത്തിൻ്റെ ഫ്യൂച്ചറാണ് ഈ ഒരു വ്യക്തി നോക്കുന്നത്. അതിലെന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാം, അല്ലെ ആ ഒരു ജീവിതം എങ്ങനെ ആയിരിക്കാം, അതൊക്കെയാണ് ഈ ഒരു വ്യക്തി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ വളരെയധികം മിസ്സ് ചെയ്യുന്നു. നിങ്ങളോട് ഒരുപാട് അട്രാക്ഷൻ തോന്നുകയാണ് ഈ ഒരു വ്യക്തിക്ക്. ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കാൾ ഏജ് കുറവുള്ള വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരേ ഏജ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം. ഏതായാലും നിങ്ങളെ വളരെയധികം മിസ്സ് ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള ഫ്യൂച്ചറാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പ്രസൻസ് ഈ ഒരു വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളുമായിട്ടുള്ള പാസ്റ്റ് മെമ്മറീസാണ് ഈ ഒരു സമയം ഓർത്തെടുക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ കൂടെ പഠിച്ച ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരുപാട് നാളത്തെ പരിചയമുള്ള ഒരു വ്യക്തിയായിരിക്കാം. എന്തായാലും ഇവിടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ മുൻജന്മ ബന്ധമായിരിക്കാം നിങ്ങൾ തമ്മിലുള്ളത്.
അപ്പം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാം. ഏതായാലും നിങ്ങളുടെ പ്രസൻസ് ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം വേണം. ഇനിയെങ്കിലും ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കണം. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ലൈഫ്, അതുപോലെ തന്നെ നിങ്ങൾ കൊടുക്കുന്ന അതേ അളവിലുള്ള സ്നേഹം നിങ്ങൾക്ക് തിരികെ നൽകണമെന്ന് ഈ ഒരു വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നു. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചാരിറ്റിയൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള പേഴ്സൺ ആയിരിക്കാം. അതായത് അവർക്ക് കിട്ടുന്ന ഇൻകത്തിൽ നിന്ന് കുറച്ച് ഭാഗം പാവപ്പെട്ട ആളുകൾക്ക് സഹായിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. എനിക്ക് ആ ഒരു എനർജി ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങൾ അവർക്ക് കൊടുത്തിരുന്ന അതേ അളവിലുള്ള സ്നേഹം തിരികെ നൽകാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരുപാട് ആളുകളെ സഹായിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നു നിങ്ങളുടെ വ്യക്തി. ഈ ഒരു പേഴ്സൺ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ വൈറ്റ് ബട്ടർഫ്ലൈസിനെയൊക്കെ കാണുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നവരായിരിക്കാം. എന്തായാലും ഈ ഒരു വ്യക്തി നിങ്ങളുടെ പ്രസൻസ് അറിയുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ടെലിപ്പതിക്കലി കണക്റ്റഡ് ആയിരിക്കാം. നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കമാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഇനിയും വർക്ക് ചെയ്യണം എന്നുള്ളത് ഈ ഒരു വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നു. കാരണം ഓൾറെഡി എൻഡായിപ്പോയ റിലേഷൻ ആയിരിക്കാം നിങ്ങളുടെ. അതിലിനിയും വർക്ക് ചെയ്യണം. നിങ്ങളുടെ അരികിലേക്ക് എത്രയും പെട്ടെന്ന് നൈറ്റ് ഓഫ് സോർട്സ് ഒരു ഫാസ്റ്റ് മൂവിങ് എനർജിയാണ്. നിങ്ങളുടെ അരികിലേക്ക് എത്രയും വേഗം വരണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ ഒരു IT പ്രൊഫഷണൽ ആയിരിക്കാം. അതാണ് കാണുന്നത്. ഇനി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്നുകൂടി നോക്കട്ടെ. ഈ ഒരു സമയം നിന്നെ എനിക്ക് വളരെയധികം മിസ് ചെയ്യുന്നു. നീയുമായിട്ടുള്ള പാസ്റ്റ് മെമ്മറീസാണ് ഓർത്തെടുക്കുന്നത്. എനിക്കറിയാം എൻ്റെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് നിന്നെ തിരികെ എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവരാനാണ്. നീയുമായിട്ടൊരു പുതിയ തുടക്കമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജ്. ഒന്നുകൂടി നോക്കട്ടെ. നീയുമായിട്ടുള്ള ഒരു പുതിയ തുടക്കത്തിനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. എല്ലാം ഒരു പുതിയ തുടക്കത്തിൻ്റെ കാർഡ്സാണ് നമുക്കിവിടെ കിട്ടുന്നത്. അവരൊരു പുതിയ തുടക്കമാണ് നിങ്ങളുമായിട്ട് ആഗ്രഹിക്കുന്നത്. ഇത് കാർഡ് നോക്കട്ടെ. നീ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് നിനക്ക് നൽകാനാണ് ഇനിയും ഞാൻ വരാനായിട്ട് പോകുന്നത്. ആ ഒരു വ്യക്തിയുടെ കമ്മിറ്റ്മെൻറ്റാണ് നിങ്ങൾക്ക് നൽകുന്നത്. നമുക്കതാണ് സിക്സ് ഓഫ് കപ്സ് പിന്നെയും കിട്ടിയത്. കാരണം ആ ഒരു വ്യക്തി നിങ്ങളുടെ ഓർമ്മകളിലാണ്. അതാണ് നമുക്കതിൽ നിന്നും മനസ്സിലാകുന്നത്. അവരുടെ സോൾ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ തമ്മിൽ എന്തായാലും ഇവിടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ കാണുന്നു. നിങ്ങളുടെ കണക്ഷൻ സോൾമേറ്റ് ഓർ ട്വിൻ ഫ്ലെയിം ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഈ യൂണിവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് തരാനുള്ളതെന്ന് നോക്കട്ടെ. യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് ആണ് വ്യൂവേഴ്സിന് കൊടുക്കാനുള്ളത്?
ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു സൈക്കിൾ എൻഡായിട്ടുണ്ട്. ആ ഒരു സൈക്കിൾ എൻഡായ ഒരു സമയത്ത് നിങ്ങളൊരു കർമ്മയിലൂടെ ആയിരിക്കാം ഇതുവരെ കടന്നു പോയിട്ടുള്ളത്. നിങ്ങൾ ഒരുപാട് പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷൻസ് ഈ ഒരു സമയം തന്നെ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം, ഒരു വ്യക്തിയുടെ ദേഹത്ത് ഇത്രയും വാളുകൾ കുത്തിയിറക്കിയാൽ എത്ര വേദന കാണും. അത്രയും പെയിൻ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം ഈ ഒരു സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു കർമ്മയായിരുന്നു, നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ടുള്ള സാഹചര്യമായിരുന്നു എന്ന് മനസ്സിലാക്കുക. ആ ഒരു സൈക്കിൾ എൻഡായിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രകാശമാണ് വരാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു പ്രകാശത്തെ സ്വീകരിക്കുക, നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. ഒരു കാർഡ് കൂടെ നോക്കട്ടെ. നിങ്ങൾ ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുക. അതാണ് വേണ്ടത്. അല്ലാതെ നമ്മൾ പാസ്റ്റിൽ തന്നെ സ്റ്റക്ക് ആവരുത്. നമ്മൾ ഫ്യൂച്ചറിന് വേണ്ടി പ്ലാൻ ചെയ്യുക. നിങ്ങൾ എവിടെയാണോ തളർന്നു പോയത് അവിടെ നിന്നും എഴുന്നേറ്റ് നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് വരിക. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇനി ഒരു കാർഡ് കൂടെ നോക്കാം നമുക്ക് ഗൈഡൻസ് ആയിട്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, നിങ്ങളുടെ ഒരു സൈക്കിൾ എൻഡായിട്ടുണ്ട്. നിങ്ങളുടെ കഷ്ടകാലം പിടിച്ച സമയങ്ങളെല്ലാം അവസാനിച്ചു. ഇപ്പോൾ കാലചക്രം നിങ്ങൾക്ക് അനുകൂലമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ലൈഫായിരിക്കാം, അല്ലെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ജീവിതമായിരിക്കാം. അത് നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ്. ഒരു പുതിയ തുടക്കമാണ്. ചിലപ്പോൾ നിങ്ങൾ കാണുന്ന ചിലർക്കെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി ഇതിനോടകം ഉണ്ടായിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പുതിയ ജോലി സെറ്റായിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കമാണ് ഇനി വരാൻ പോകുന്നത്. ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ച്. ഇനി എന്തായാലും നിങ്ങൾക്ക് കരയേണ്ടി വരില്ല. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇനി ഇവിടെ വന്നിരിക്കുന്ന ക്ലൂസും കൂടി നോക്കട്ടെ. ബട്ടർഫ്ലൈസ്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, നിങ്ങൾ ബട്ടർഫ്ലൈസിനെ എന്തെങ്കിലും കാണുന്നുണ്ടായിരിക്കാം ഈ ഒരു സമയം. ചാരിറ്റിയും നമുക്ക് കിട്ടിയിരുന്നു. നിങ്ങളുടെ പേഴ്സൺ ചാരിറ്റി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം, മറ്റുള്ളവരെയൊക്കെ സഹായിക്കാൻ. ഇൻഡിഗോ, 1997, 1978, വിത്തിൻ 24 hours. ഈ ഒരു വ്യക്തി നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ആ ഒരു വ്യക്തിയുടെ ഒരു മെസ്സേജ് അല്ലെങ്കിൽ കോൾ ആയിരിക്കാം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അബ്രോഡ്, ഫുട്ബോൾ, ഭരണി നക്ഷത്രം, തുലാം മന്ത്, 1980, സൺഡേ, പാലക്കാട് ഡിസ്ട്രിക്റ്റ്, 2002, തൃശ്ശൂർ, അവിട്ടം നക്ഷത്രം, ഫെബ്രുവരി മന്ത്, സൺഡേ, മാർച്ച് 1985, ഡ്രൈവർ, within 48 hours, നവംബർ മന്ത് 1984, പുണർദ നക്ഷത്രം, 24, ലെറ്റർ ആർ, 1987, 28, 1992, കന്നി മന്ത്. ട്വിൻ ഫ്ലെയിം കണക്ഷൻ. ഇത് നമുക്ക് ആ ഒരു പോസിബിലിറ്റി കിട്ടിയിരുന്നു നമ്മൾ കാർഡ്സ് വായിച്ചപ്പോൾ. സെൻസിറ്റീവ്, 53, 1981, മകം നക്ഷത്രം, ലെറ്റർ എൻ, നമ്പർ 2, ഇടുക്കി, ലെറ്റർ സി, നമ്പർ 50, വയനാട്, 2 months, ഗ്രീൻ, വിത്തിൻ 72 hours, 1974, 9/36, ബ്ലൂ കളർ, 1976, മകരം മന്ത്. അപ്പം ഇതൊക്കെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന ക്ലോസ്. ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കമാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു പേഴ്സൺ.